അങ്ങനെ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി രണ്ടാമത് തവണയും ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അധികാരമേറ്റു. പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു നടന്നത്. അതിൻ്റെ വാർത്തകളിലേക്ക് വരണം. അമേരിക്കയിൽ വീണ്ടും ട്രംപ് യുഗം. രണ്ടായിരത്തി 2021 ക്യാപിറ്റോൾ ആക്രമണത്തിൽ പങ്കാളികളായവർക്ക് മാപ്പ് നൽകി ട്രംപ്. US മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ ഉത്തരവും ട്രംപ് പുറപ്പെടുവിച്ചു. ഇന്നലെ അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ നിരവധി എക്സിക്യൂട്ടീവ് ഓർഡറുകളും അദ്ദേഹം ഒപ്പുവെച്ചു. ഇലോൺ മസ്കിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് എഫിഷ്യൻസി വകുപ്പും നിലവിൽ വന്നു. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇന്നലെ ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 10:30 ട്രംപ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ നിമിഷം മുതൽ വലിയ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങൾ, തീരുമാനങ്ങൾ ഒക്കെ അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും അധികാരമേറ്റ നിമിഷം തന്നെയാണ്, ഉടൻ തന്നെയാണ് മെക്സിക്കോയിൽ അധികാരമേൽക്കുന്നതിന് മുൻപ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ പ്രഭാഷണത്തിലും അദ്ദേഹം വളരെ കൃത്യമായി പല കാര്യങ്ങളും പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മെക്സിക്കൻ അമേരിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള നീക്കം. നമുക്കറിയാവുന്നതാണ്, മെക്സിക്കൻ അമേരിക്കൻ അതിർത്തിയിൽ തുടർച്ചയായി ആ അതിർത്തിയിൽ നിന്നുള്ള ഇൻഫിൽട്രേഷനും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് കടത്തും വലിയ തോതിൽ അമേരിക്കയെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 2016 അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ ആ പ്രദേശത്ത് എല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. 2017 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ മതിൽ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. എന്നാൽ അത് പൂർണ്ണമാക്കാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ പ്രദേശത്താണ് വീണ്ടും ശക്തമായ സുരക്ഷാ നടപടികളുമായി അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആ മേഖലയിൽ പൂർണ്ണമായും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രദേശത്ത് മതിൽ നിർമ്മിക്കുന്നതിന് തന്നെയാണ് നീക്കമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ആ അതിർത്തികളെല്ലാം തന്നെ പൂർണ്ണമായും സീൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള എല്ലാ വഴികളും മെക്സിക്കൻ അതിർത്തിയിൽ അടയ്ക്കുന്നതിനുള്ള തീരുമാനവും സൈന്യത്തിന് നൽകിയിട്ടുണ്ട്, നിർദ്ദേശവും സൈന്യത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കുടിയേറ്റക്കാരുടെ വിഷയവും അതുപോലെ തന്നെ അനധികൃതമായ അതുവഴി കുടിയേറി വരുന്നവരുടെ വിഷയവും അതുപോലെ തന്നെ ആ വഴി വരുന്ന മയക്കുമരുന്ന് കടത്തും എല്ലാം തന്നെ തടയുക എന്ന അമേരിക്കൻ സർക്കാർ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനം അദ്ദേഹം പാലിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം 2016 ജനുവരി 6 അദ്ദേഹത്തിന്റെ അധികാരമേൽക്കുന്ന 2021 ജനുവരി 6 അദ്ദേഹം പരാജയപ്പെട്ടതിനെ തുടർന്ന് ക്യാപിറ്റോളിലുണ്ടായ കലാപത്തിൽ ആക്രമണ സംഭവങ്ങളിൽ പ്രതികളായ 1600ഓളം പേർക്ക് മാപ്പ് നൽകുന്നതിനുള്ള ഒരു ഉറച്ച തീരുമാനവും അദ്ദേഹം എടുത്തിരിക്കുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അത്തരത്തിൽ മാപ്പ് നൽകാനുള്ള തീരുമാനം തന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വളരെ കൃത്യമായി ട്രംപ് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മാപ്പ് നൽകുന്നതിനുള്ള തീരുമാനം അതും ഉത്തരവാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാന സംഭവ വികാസം എന്ന് പറയുന്നത് സർക്കാർ കാര്യക്ഷമതാ വകുപ്പ് സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ സർക്കാർ കാര്യക്ഷമതാ വകുപ്പിന്റെ ഭാഗമായി ഇലോൺ മസ്കിനെ, ടെസ്ലയുടെ സ്ഥാപകൻ കൂടിയായ ഇലോൺ മസ്കിനെ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ട്രംപ് സ്റ്റാഫിൽ അദ്ദേഹം ഉൾപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് ഉടൻ തന്നെ നിലവിൽ വരുന്നു എന്ന ഉത്തരവും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 20ഓളം സ്റ്റാഫ് ഉൾപ്പെടെയുള്ള അടിയന്തരമായ സംവിധാനങ്ങൾ അതിനെ ഒരുക്കി കഴിഞ്ഞുവെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇത്തരത്തിൽ നിർണായകമായ പല ഉത്തരവുകളും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം. ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. അമേരിക്കയുടെ സുവർണകാലം വരുന്നു. അതായത് ജനുവരി 20, 2025 എന്നത് അമേരിക്കയുടെ വിമോചനത്തിന്റെ ദിവസമാണ് എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ 74ഓളം ബൈഡന്റെ ഉത്തരവുകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുള്ള ഉത്തരവുകളെല്ലാം തന്നെ കൂട്ടത്തോടെ പിൻവലിക്കുന്നതിനുള്ള ഒരു ഉത്തരവും അദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധി ഇത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകൾ, 200ഓളം എക്സിക്യൂട്ടീവ് ഓർഡറുകൾ, പല വിധത്തിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ആദ്യ ദിനം തന്നെ 1-2 ദിവസത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും അമേരിക്കൻ ജനതയ്ക്ക് ട്രംപ് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാനുള്ള നിശ്ചയദാർഢ്യത്തിൽ തന്നെയാണ് അദ്ദേഹം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, നിർണായകമായ തീരുമാനങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ നിമിഷം മുതൽ അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത്. അത് ലോകരാജ്യങ്ങൾ തന്നെ ചർച്ചയാകുന്ന വലിയ തീരുമാനങ്ങളാണ് ട്രംപ് കൈക്കൊള്ളുന്നത്.